നമസ്കാരം. ലോകത്ത് തന്നെ ഏറ്റവും സമ്പന്നവും സുന്ദരവുമായ കുറേ രാജ്യങ്ങൾ സ്കാൻഡിനേവിയയിലുണ്ട്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഫിൻലൻഡും നോർവേയും ഡെൻമാർക്കുമൊക്കെയാണ്. ഈ രാജ്യങ്ങൾ എല്ലാം തന്നെ സമ്പന്നമാണ്, സുന്ദരമാണ്. ഉത്തര യൂറോപ്പിലെ ഈ രാജ്യങ്ങളിൽ മറ്റ് രാജ്യങ്ങളെക്കാൾ തണുപ്പ് കൂടുതലാണ്. ഇൻ്റർനെറ്റ് ഒന്നുമില്ലാത്ത കാലത്ത് ലോകം എങ്ങനെയെന്ന് അറിയുന്നത് നമ്മുടെ എസ് കെ പൊറ്റക്കാടിനെ പോലുള്ള സഞ്ചാരികളുടെ കൃതികളിലൂടെയായിരുന്നു. അന്ന് പൊറ്റക്കാട് ഈ രാജ്യങ്ങളെക്കുറിച്ച് പറഞ്ഞത് ഉദയസൂര്യൻ്റെ നാട്ടിൽ നിന്നാണ്. അതായത് സമ്മർ കാലത്ത് അവിടെ രാത്രിയേ ഇല്ല. സമ്മർ കാലത്ത് മുഴുവൻ സമയവും തന്നെ വെളിച്ചമായിരിക്കും, വളരെ കുറച്ചു നേരം ഇരുളുമെന്ന് മാത്രം. പിന്നീട് വിൻ്റർ ആകുമ്പോഴേക്കും പകലേ ഇല്ല, മുഴുവൻ ഇരുട്ടായിരിക്കും. വിൻ്റർ കാലത്ത് ഐസ് മൂടിക്കിടന്നിട്ട് അവിടുത്തെ ലേക്കുകളൊക്കെ, പ്രത്യേകിച്ച് ഫിൻലൻഡിലെ ലേക്കുകളിലേക്ക് ട്രാഫിക് സിഗ്നലുകൾ സ്ഥാപിച്ചാണ് ഗതാഗതം തിരിച്ചുവിടുന്നത്. അത്തരത്തിലാണ് ഈ രാജ്യങ്ങളിൽ പലതും. ഇതിൽ ഏറ്റവും സുന്ദരമായ രാജ്യങ്ങളിൽ ഒന്നാണ് സ്വീഡൻ. സ്വീഡൻ്റെ ചരിത്രം വായിക്കുമ്പോൾ BC 1200 ആരംഭിക്കുന്നതാണ്. അത്ര പാരമ്പര്യമുള്ള, അത്ര പ്രതാപമുള്ള രാജ്യമാണ്. അത്രയും നല്ല മനുഷ്യരാണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത്. വളരെ കുറച്ച് ജനസംഖ്യയേ ഉള്ളൂ, ഭൂവിസ്തൃതി ഏറെയുണ്ട്, ആളുകളൊക്കെ നഗരത്തിൽ താമസിക്കുന്നു. എല്ലാവരെയും സമഭാവനയോടെയാണ് ഈ രാജ്യം കണ്ടിരുന്നത്. എൻ്റെ ഭാര്യ 1.5 വർഷം ഫിൻലൻഡിലുണ്ടായിരുന്നു. അവിടെയൊക്കെ വിദേശികൾക്ക് വലിയ സ്വാഗതമായി, വലിയ സ്വീകരണമാണ്. അവർ പരിശീലനത്തിന് വേണ്ടിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ വിദേശികളെ കാണുന്നത് തന്നെ അവർക്ക് വലിയ ഇഷ്ടമായിരുന്നു. എല്ലാ സഹായവും ചെയ്തു കൊടുക്കുമായിരുന്നു. ആരെയും അവർ ഭയപ്പെട്ടിരുന്നില്ല. അന്നത്തെ അനുഭവം ബോബി പറഞ്ഞത്, പല കടകളിലും ഷോപ്പ്മാൻമാരില്ല, കട തുറന്നിട്ടിരിക്കുകയാണ്. എന്നിട്ട് ആളുകൾക്ക് സാധനങ്ങൾ എടുക്കാം, പണം ഇട്ടിട്ട് പോയാൽ മതി. അവിടെ ക്രൈമേ ഇല്ല. പോലീസ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് മറ്റ് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ, അവിടെ ക്രൈമില്ല. ഒരിടത്തും സംഭവങ്ങളുണ്ട്. ഒരു വണ്ടിയാപകടം ഉണ്ടായാൽ പോലും വലിയ വാർത്തയാണ്. ഒരു തരത്തിലുള്ള ക്രൈമുമില്ല. മനുഷ്യർ സ്വസ്ഥമായി ജീവിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ. അതിൽ തന്നെ ഏറ്റവും സ്വസ്ഥതയുള്ള സമ്പന്ന രാജ്യമായിരുന്നു സ്വീഡൻ. നമുക്കറിയാം, സ്റ്റോക്ക്ഹോമാണ് സ്വീഡൻ്റെ തലസ്ഥാനം. എന്നാൽ അതൊക്കെ പഴയ കഥ. പിന്നീട് ഇവരുടെ ഈ തുറന്ന മനസ്സുകൊണ്ട് ധാരാളം ആളുകൾ സ്വീഡനിലേക്ക് എത്തുകയാണ്. ഒരു 100 വർഷം മുമ്പ് സ്വീഡനിൽ ആകപ്പാടെ വിരലിലെണ്ണാൻ കഴിയുന്ന വിദേശികൾ, അവരെല്ലാം അയൽപക്കത്തുള്ളവരെ, നോർവക്കാരും ഫിൻലൻഡുകാരും അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലെ ആളുകളും, അവരാരും അതിന് പുറത്തുനിന്ന് ആരും വരുന്നില്ല. എന്നാൽ കഴിഞ്ഞ കുറേ കാലമായി ഇവരുടെ ലെഫ്റ്റ് ലിബറൽ ആറ്റിറ്റ്യൂഡിൻ്റെ ഭാഗമായി ഇവർ അഭയാർത്ഥികൾക്ക് വാതിൽ തുറന്നു കൊടുത്തു. സിറിയയിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഒക്കെ ഇവർ വാതിൽ തുറന്നു കൊടുത്തു. മാത്രമല്ല, ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് കള്ള ബോട്ട് കയറിയൊക്കെ വരുന്ന ആൾക്കൂട്ടങ്ങൾ, ആഫ്രിക്കയിൽ നിന്നും മറ്റും ആളുകൾ എത്തിക്കൊണ്ടിരുന്നു. അഫ്ഗാൻ സിറിയൻ യുദ്ധസമയത്ത് അവിടെ നിന്ന് ആളുകൾ കൂട്ടത്തോടെ എത്തി. അതിനൊക്കെ മുമ്പുണ്ടായത് യുഗോസ്ലോവിയയിൽ ആഭ്യന്തര പ്രശ്നം ഉണ്ടായപ്പോൾ എത്തിയതാണ്. ഇവർക്കൊക്കെ ഇവർ പൗരത്വം കൊടുത്ത്, വീട് കൊടുത്ത്, സൗകര്യങ്ങൾ കൊടുത്ത് വളർത്തി. ഇവിടെ നിന്ന് ഈ കുടിയേറ്റം അങ്ങ് കത്തിപ്പടരുകയും ഇവരുടെയൊക്കെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പതിയെ പതിയെ രാജ്യത്തേക്ക് എത്തുകയും ചെയ്തു. ഈ വന്നവരെയൊക്കെ ഇവർ കൈയും കെട്ടി സ്വീകരിച്ചു. ഇന്ന് സ്വീഡനിലെ വിദേശികളുടെ ജനസംഖ്യ 26%. ലോകത്തിന് നാനാഭാഗത്തും അഭയാർത്ഥികളെ എത്തിയവരും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ വന്നവരുമായി ഏതാണ്ട് 26% പേരും സ്വീഡനിലെ വിദേശികളാണ്. ഈ വിദേശികളിൽ ഭൂരിഭാഗവും ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ്. സിറിയയിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമൊക്കെയാണ്. അങ്ങനെ എത്തപ്പെട്ടവർ ഈ രാജ്യത്തിൻ്റെ അന്തസ്സും ആഭിജാത്യവും ഒക്കെ ഇല്ലാതാക്കി. ക്രൈം ആ രാജ്യത്തിൻ്റെ ഭാഗമായി. ഇവർ ധാരാളം മോസ്കുകൾ തുറന്നു കൊടുത്തു. മോസ്കുകളെ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ വിരുദ്ധ റാലികളും മറ്റും നടത്താൻ തുടങ്ങി. സ്വാഭാവികമായും അതുവരെ അനുഭവിച്ചിരുന്ന സുഖങ്ങൾ നഷ്ടപ്പെടുമ്പോൾ തദ്ദേശീയരും രംഗത്ത് വരും. വലതുവംശീയ പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിച്ചു. പരസ്പരം ആക്രമിക്കുന്ന സാഹചര്യം രൂപപ്പെട്ടു. സർക്കാർ എന്നിട്ടും പഠിച്ചില്ല. ഒടുവിൽ ഏതാണ്ട് 3-4 വർഷം മുമ്പാണ് ഈ വർഗീയ ലഹളകളും ക്രിമിനൽ കുറ്റങ്ങളും മോഷണവും പിടിച്ചുപറിയും ഒക്കെ വ്യാപിച്ചതോടെ ഇപ്പോൾ മാത്രമാണ് കുടിയേറ്റത്തിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി തുടങ്ങിയത്. പക്ഷേ അപ്പോഴേക്കും ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ സ്വീഡൻ കൈവിട്ടു പോയിരുന്നു. 2023 സ്വീഡൻ വാർത്തകളിൽ നിറഞ്ഞത് ഇറാഖിൽ നിന്നെത്തിയ ഒരു അഭയാർത്ഥി. 2018 അഭയം തേടിയെത്തിയ ഒരാളാണ്. അയാൾ ഇസ്ലാം വിരോധിയായി മാറി. മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി ജീവിച്ച ആളാണ്. അയാൾ ഇസ്ലാം വിരോധിയായി മാറി. അങ്ങനെ അയാൾ സ്വീഡൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട്, അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാം വിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. സ്വീഡൻ വലിയ തോതിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്ന ആളാണ്. ഇസ്ലാമിക് രാജ്യങ്ങളിൽ ഏതുപോലെയുള്ള മത നിന്ദ നിയമമില്ല. നമ്മുടെ നാട്ടിലുള്ളതുപോലുള്ള നിയന്ത്രണങ്ങളില്ല. നമ്മുടെ നാട്ടിൽ ചില നിയന്ത്രണങ്ങളുണ്ട്, അതില്ലാതെ നമുക്ക് മുമ്പോട്ട് കഴിയില്ല. നമ്മൾ വൈവിധ്യമാർന്ന സംസ്കാരവും വൈവിധ്യമാർന്ന ഭാഷയും വൈവിധ്യമാർന്ന മതങ്ങളുമൊക്കെ കലർന്നൊരു രാജ്യമാണ്. അതുകൊണ്ട് മറ്റു മതത്തെ വേദനിപ്പിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത്തരമൊരു നിയന്ത്രണങ്ങളൊന്നും ഈ രാജ്യത്തുണ്ടായിരുന്നില്ല. അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ആർക്കും ആരെയും വിമർശിക്കാം, ഏത് മതത്തെയും വിമർശിക്കാം. ഈ ഒരു സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഇറാഖിൽ നിന്നും 2018 ഒരു അഭയാർത്ഥി
സൽവാൻ മോമിക എന്നാണ് അയാളുടെ പേര്. ഈ സൽവാൻ മോമിക ഖുറാനെതിരെയും ഇസ്ലാമിനെതിരെയും വ്യാപകമായ പ്രചരണം നടത്തി. ഈ വ്യാപകമായ പ്രചരണത്തിൻ്റെ ഒടുവിൽ ഇയാൾ പലപ്പോഴും മോസ്കുകളുടെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് ഈ ഖുറാൻ കത്തിക്കും. ഖുറാൻ കത്തിക്കുന്നത് വലിയ വിവാദമായി. സൗദി അറേബ്യ അടക്കം ലോക ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ പൊട്ടിത്തെറിച്ചു. സ്വീഡനെതിരെ ശബ്ദമുയർത്തി. അന്ന് സ്വീഡൻ പറഞ്ഞു, ഞങ്ങളുടെ രാജ്യത്ത് ഖുറാനും കത്തിക്കാം, ബൈബിളും കത്തിക്കാം, മറ്റേത് മതഗ്രന്ഥങ്ങളും കത്തിക്കാം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ഈ ഖുറാൻ കത്തിക്കുന്നതിന് സ്വീഡിഷ് പോലീസ് പ്രൊട്ടക്ഷൻ ഒരുക്കി കൊടുത്തു. ഇതാണ് അവരുടെ ഒരു ലിബറൽ രീതി. തെറ്റാണ്. വാസ്തവത്തിൽ വലിയ തോതിൽ ജനങ്ങളുള്ളപ്പോൾ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗം അവിടെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ലോകത്തിന് മുഴുവൻ സ്വീഡന് ഇമേജിനെ ബാധിക്കുമെന്നതുകൊണ്ട് നിയന്ത്രിക്കേണ്ടതായിരുന്നു. ആദ്യം എല്ലാവർക്കും തുറന്നു കൊടുത്തതുപോലെ തന്നെ ഇവിടെ എത്തിയവർ തോന്നിയത് ചെയ്യുന്നതിനെ നിയന്ത്രിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് വീണ്ടും കലാപത്തിന് കാരണമാകുന്നു. പിന്നീടാണ് അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തുടർന്ന് സൽവാൻ മോമികയെ അറസ്റ്റ് ചെയ്യുന്നതും അയാളുടെ മേൽ കേസെടുക്കുന്നതും ഒക്കെ. ആ വിചാരണ നടക്കുകയാണ്. ആ നടപടിക്രമങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സ്വീഡൻ കുറച്ചുകൂടി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി തുടങ്ങി. പഴയ അവരുടെ ലിബറൽ ആശയങ്ങളൊക്കെ ഉപേക്ഷിച്ചു തുടങ്ങി. പക്ഷേ കഴിഞ്ഞ ദിവസം സ്വീഡനെ ഞെട്ടിക്കുന്ന ഒരു ദുരന്തമുണ്ടായി. സൽമാൻ മോമിക തൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ഇരുന്നു കൊണ്ട് ടിക്ടോക്കിലൂടെ ലൈവ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അയാൾ വെടിയേറ്റ് മരിച്ചു. ഒരിക്കലും സ്വീഡന് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല. വലിയ വാർത്തയായി സ്വീഡനിൽ. ലൈവായാണ് ആൾ കൊല്ലപ്പെടുന്നത്. ഇതിന് പിന്നിൽ വിദേശ ശക്തികളുണ്ട്, വിദേശ ഇടപെടലുണ്ട്. സ്വീഡൻ കൈവിട്ടു പോയിരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റൻസന് സമ്മതിക്കേണ്ടി വന്നു. ജനങ്ങളോട് ശാന്തരാകാൻ പറയുന്നുണ്ട്. പക്ഷേ വലിയ കലാപം അവിടെ വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല സൽവാൻ നജീം എന്ന് പറയുന്ന ഒരാൾ കൂടിയുണ്ട് ഈ സൽവാൻ മോമികയുടെ സുഹൃത്തായി. അയാളും ഈ മോമികയെ പിന്തുണയ്ക്കാനുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അയാളുടെ ജീവൻ അവർ എടുക്കുമെന്ന ഭയമുണ്ട്. അടുത്തത് ഞാനായിരിക്കുമെന്ന് അയാൾ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞു. പോലീസ് സംരക്ഷണം ഒരുക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ക്രമസമാധാനം കൃത്യമായി സംരക്ഷിച്ചിരുന്ന വളരെ നന്നായി നടന്നിരുന്ന ഒരു രാജ്യത്തിൻ്റെ ഗതികെട്ട അവസ്ഥയാണിത്. ആ രാജ്യത്ത് ആർക്കും എന്ത് അഭിപ്രായം പറയാമായിരുന്നു. എന്നാൽ അങ്ങനെ അഭിപ്രായം പറയുന്നവർ ലൈവായി കൊല്ലപ്പെടുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. ഒരു രാജ്യത്തിൻ്റെ സംസ്കാരത്തെ, ആ രാജ്യത്തിൻ്റെ മൂല്യത്തെയൊക്കെ കുടിയേറ്റക്കാർ എങ്ങനെയാണ് ഇല്ലാതാക്കുന്നത് എന്നതിൻ്റെ തെളിവായി മാറുകയാണ് മോമികയുടെ കൊലപ്പെടുത്തൽ. സ്വീഡന് താങ്ങാൻ കഴിയുന്നില്ല. കാരണം സ്വീഡൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പഴയ തലമുറയിലുള്ളവരൊക്കെ വളരെയധികം വേദനയിലാണ്. ഈ കഴിഞ്ഞ 10-15 കൊല്ലം കൊണ്ടാണ് ഇത്രയും വലിയ മാറ്റം വന്നിരിക്കുന്നത്. സ്വീഡനിൽ മാത്രമല്ല, യൂറോപ്പിൽ എല്ലായിടത്തും ഈ മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വലതു വംശീയ പാർട്ടികൾ ഇപ്പോൾ ശക്തി പ്രാപിച്ചു. ജർമ്മനിയിലാണെങ്കിലും സ്പാനിഷിലാണെങ്കിലും ഒക്കെ ഇപ്പോൾ രണ്ടാമത്തെ വലിയ പാർട്ടിയായി വലതു വംശീയ പാർട്ടികൾ വന്നു. ഹോളണ്ടിലും ഇറ്റലിയിലുമൊക്കെ ഇപ്പോൾ ഭരിക്കുന്നത് വലതു വംശീയ പാർട്ടികളാണ്. അതിൻ്റെ കാരണം ഈ അനിയന്ത്രിതമായ കുടിയേറ്റവും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ പേരിൽ അവരുടെ തോന്നിയാസങ്ങൾക്ക് അവസരം കൊടുത്തതുമാണ്. ഇപ്പോൾ സ്വീഡൻ വിലപിക്കുകയാണ്. അവരുടെ സ്വാതന്ത്ര്യവും അവരുടെ സത്യസന്ധതയും അവർ തന്നെ ഇല്ലാതാക്കിയതിൽ അവർ വിലപിക്കുകയാണ്. പക്ഷെ ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത അഗാധമായ ഗർത്തത്തിലേക്ക്, വീഴ്ചയിലേക്ക് സ്വീഡൻ വീണുപോയിരിക്കുന്നു.